ഹായ് ഗൈസ്, ഇത് ഞാൻ ഇന്നലെ ആറ്റുകാലിൽ പോയപ്പോൾ മേടിച്ച ഒരു മാലയാണ്. അതെനിക്ക് കുറേ ഉണ്ടായിരുന്നു അവിടെ. എന്താ സ്ട്രീറ്റിൽ വെക്കുന്ന ആൾക്കാർ കൊണ്ടിട്ടാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ സിസ്റ്ററാണ് മേടിച്ചു തന്നത്. ഇത് മാത്രമല്ല, അവൾ വേറെയും വളകളൊക്കെ മേടിച്ചു തന്നു കേട്ടോ. ഒരു കുപ്പികൾ, അതായത് നമ്മുടെ ഈ ട്രിവാൻഡ്രം പൂജപ്പുര സൈഡിൽ സരസ്വതി മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വളക്കട ഉണ്ടല്ലോ, കുപ്പി വളക്കട. അവർ നടത്തുന്ന ആ ചേച്ചിയുടെ അമ്മയും കൂടെ നടത്തുന്ന ഒരു കടയിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇത്രയും അവൾ ഇന്നലെ മേടിച്ചു തന്നതാണ്. ഇത് മാത്രമല്ല, ഇതിലിരിക്കുന്നതുണ്ട് ഈ പ്ലെയിന്, റെഡ്, ഗ്രീൻ, ഒരു കപ്പിപ്പൊടി കളർ, അതും ഇന്നലെ മേടിച്ചു തന്നതാണ്. ബാക്കിയെല്ലാം എൻ്റെ നേരത്തെ ഉള്ള കളക്ഷൻസാണ് കേട്ടോ. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതല്ലാത്ത വളയാണ്, കുപ്പിവളയല്ല. വേറൊരു മറ്റുള്ള വള. ഞാൻ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലെടുത്തെന്ന് പറഞ്ഞാൽ ആഴിമല ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു, അപ്പോൾ പോയപ്പോൾ മേടിച്ചതാണ് ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. ഇത് നല്ല ഭംഗിയില്ലേ? ഇത് ക്യാമറ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞാനല്ലാത്ത എൻ്റെ വളകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്നലെ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല വളകളാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്താ പറയാൻ, നമ്മളൊരു പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ടുള്ള ഒരു വളയൊക്കെ വാങ്ങിക്കത്തില്ലേ, ആ ഒരു എഫക്റ്റാണ് ഇതിന്. പിന്നെ ഈ ഒരു സെറ്റും ഇന്നലെ മേടിച്ചതാണ് കേട്ടോ. അതും അവൾ തന്നെയാണ് മേടിച്ചു തന്നത്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ മൊത്തത്തിലെടുത്ത് കാണിച്ചു തരാവേ. ഇത് കഴിഞ്ഞ വർഷം ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് 2 സെറ്റ്. പിന്നെ ഇതിലിരിക്കുന്ന ഇത്രയും സെറ്റുകൾ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ വളയുടെ കളക്ഷൻസ്. ഇത്രയല്ല, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിന് കൊടുത്തു കേട്ടോ. വേറെയും ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കുറച്ചൊക്കെ സിസ്റ്ററിന് കൊടുത്തു. കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, പിന്നെ കുറേയൊക്കെ പൊട്ടിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.